ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഞങ്ങളിതാ ഇത്താത്തൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പെരുന്നാൾക്ക് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ. മഗ്‌രിബിന് എൻ്റെ വീട്ടിലൊന്ന് പോയി നിൽക്കുക എന്നല്ലാണ്ട് പിന്നെ മഗ്‌രിബ് വരെ ആൾക്കാർ വരലും പോലും ഒക്കെ തന്നെ ആയിന്. അതുകൊണ്ട് പിന്നെ അങ്ങനെ പോകാനും ടൈം കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ മക്കളൊക്കെ റെഡി ആയിട്ടുണ്ട്. പൊന്നും ഇന്നലെയാണ് പള്ളിത്തായത്തു നിന്ന് വന്ന് കേട്ടോ എൻ്റെ വീട്ടിൽ നിന്ന്. അപ്പോൾ ഇന്ന് രാവിലെ നേരം വെളുത്ത് ഞങ്ങൾ ഒരു 7:50 ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 8:10 ബസ് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ അങ്ങനെ ഇറങ്ങിയതാണ്. താത്തൊക്കെ വരുന്നേരം ആ ഒരു ടൈം ആകുമ്പോഴേക്കിനാണ് മിക്കവാറും പോവൽ കേട്ടോ, രാവിലെ പോണ ടൈമിൽ. അപ്പോൾ അതാ ഞാൻ നിധുവിനെ എടുത്ത് അങ്ങ് പോകുന്നുണ്ട്. ബസ്സിൽ കയറിയാലുള്ള സംഭവം അതാട്ടോ. നിധു ബസ്സിൽ കയറിയാൽ ഇതായി മടിയിൽ ഇങ്ങനെ കുത്തനെ നിൽക്കുകയാണ് ചെയ്യുക. അത് ദൂരയാത്രയൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മളങ്ങോട്ട് കുഴങ്ങിപ്പോവും. കൈയൊക്കെ വേദന ആവുമല്ലോ ഇങ്ങനെ പിടിച്ച് നിൽക്കുമ്പോൾ. പിന്നെ പൊന്നും അച്ചു വേറൊരു സീറ്റിലാണ് കേട്ടോ ഇരുന്നിട്ടുള്ളത്. പിന്നെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഓട്ടോയും ബസ്സും ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്താത്തൻ്റെ വീട് കുട്ടമ്പൂരാണ്. അപ്പോൾ അവിടെ ആണെങ്കിൽ ഇളയ നാത്തൂനും മക്കളും അതുപോലെ തന്നെ ഇത്താത്തൻ്റെ മക്കളും കുട്ടികളും എല്ലാവരും കൂടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ പെരുന്നാൾക്ക്. അപ്പം പിന്നെ എല്ലാവരും കൂടെയുള്ള സ്ഥലത്തേക്ക് പോകാനൊരു രസമാണല്ലോ, അതാണ് കേട്ടോ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചത്. താത്തനോടൊന്നും പറഞ്ഞില്ല കേട്ടോ, പറയാണ്ട് സർപ്രൈസ് ആക്കിയിട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ഇതാ ഞങ്ങൾ നരിക്കുനി എത്തിയിട്ടുണ്ട്. നരിക്കുനിയിലായാലും പെട്ടെന്ന് തന്നെ നമുക്ക് ബസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ എത്തിയ സമയത്ത് അവിടുന്ന് ബസ് എടുക്കാൻ നിൽക്കുകയിനി കേട്ടോ. അപ്പം തന്നെ ഇതാ ഞാൻ ലേസും ഒക്കെ വാങ്ങി മക്കൾക്കും ഒക്കെ വാങ്ങി അങ്ങനെ ബസ് കയറിയിരുന്നതാണ്. കുറച്ച് സമയം അത് കഴിച്ച് തീരോളും തന്നെങ്കിലും ഇത് മടിയിൽ അടങ്ങിയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ അതൊക്കെ വാങ്ങിയത്. പിന്നെ ഇതാ കുട്ടമ്പൂർ എത്തിയിട്ട് പിന്നെ കുറച്ചും കൂടെ ഓട്ടോയിൽ പോകാനുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ 2 ബസ് 2 ഓട്ടോയൊക്കെ കയറിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് എത്തുക. ഇപ്പോൾ കുറച്ച് ദൂരമുണ്ട്, 19-20 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന്. അപ്പോൾ താത്ത അവിടെ അല്ല കേട്ടോ. അവിടെ വന്ന് നോക്കുമ്പോൾ താത്ത ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിന്. അപ്പോൾ മക്കളും മോളിയൊക്കെ നാത്തൂനും ചെറിയ നാത്തൂനും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ എല്ലാവരും ചക്കപ്പണിയിലാണ് കേട്ടോ. ചക്ക പുഴുങ്ങാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ കണ്ട ഉടനെ അവർ കുറച്ചും കൂടെ ചക്കൊക്കെ പുഴുങ്ങാൻ വേണ്ടി എടുത്ത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കൂടെ ആകുമ്പം തികയൂലെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പിന്നെ ഞാനും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഓല കൂട്ടത്തിൽ ചക്കൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. മക്കളൊക്കെ അകത്തുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് നേരം കൊലായി പോയി കുത്തിരുന്ന്. മിന്നുവിൻ്റെ ചെറുതാണ് കേട്ടോ അത്. ഞങ്ങൾ കല്യാണത്തിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ മിന്നുവിൻ്റെ. അപ്പം പിന്നെ ഒക്കെ ചെറുതുണ്ടായി മോളാണ്. അപ്പോൾ അതിന് ഇത് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വാശി പിടിക്കുക കേട്ടോ. ഞാൻ മടി വെച്ചിട്ട് ഞാൻ ചെറുതിന് എടുക്കുന്നതിനെ കൊണ്ടൊന്നും അവന് വിഷയമല്ല, പക്ഷേ ഓൻ്റെ മടിയിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കരയുന്നത്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കളിപ്പിക്കുകയൊക്കെ ചെയ്ത് അവിടുന്ന് കിട്ടിയ താത്തൻ്റെ ഒരു മാക്സിയൊക്കെ ആട്ടോ എടുത്തിട്ടുള്ളത്. വന്ന പാടെ തന്നെ ഞാനും മക്കളും പത്തിരിയും കറിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഇവിടെ എത്തുമ്പോഴേക്കും ഞങ്ങൾ മര്യാദയ്ക്ക് ചായ ഒന്നും കുടിക്കാതെ കേട്ടോ പോന്നിട്ടുള്ളത്. പിന്നെ മക്കൾ കുറച്ച് നേരം മുറ്റത്ത് നിന്ന് ബോളൊക്കെ വെച്ചിട്ട് കളിച്ചിട്ടുണ്ട്. 4-5 ആൾക്കാരുണ്ടല്ലോ, എല്ലാവരും കൂടി അങ്ങനെ മാറി മാറി കളിച്ചോളൂ കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ നിധുവിനൊക്കെ കഞ്ഞിയൊക്കെ കൊടുത്തിട്ടോ. പിന്നെ ഇവിടെ അത്യാവശ്യം ചെടികളൊക്കെ ഉണ്ട്. പിന്നെ കിണറാണെങ്കിൽ ഇതാ കുളിമുറിയിൽ നിന്ന് ഉള്ള ജോയിൻ ആയിട്ടുള്ള കിണറാണ് കേട്ടോ. അപ്പം കുളിമുറിയിൽ നിന്ന് നമുക്ക് നല്ല തണുത്ത വെള്ളം കോരി വേണമെങ്കിലും കുളിക്കുക കേട്ടോ. ഇഷ്ടം പോലെ വെള്ളമുള്ള കിണറുമാണ്. പിന്നെ ഓരോരുത്തരും ഓരോ ജോലിയിലാണ് കേട്ടോ. രാവിലെ തന്നെ തിരുമ്പുന്ന ഒരാളുണ്ട്, അടിക്കുന്നവരുണ്ട്, തുടയ്ക്കുന്നവരുണ്ട്, അങ്ങനെ ഓരോരുത്തർ ഓരോ ജോലി കേട്ടോ. പിന്നെ ഉള്ളവർ എല്ലാവരും കൂടെ ഒക്കെ ഹെൽപ്പ് ചെയ്തും കൊണ്ട് കുക്കിങ്ങും ഉണ്ട്. അങ്ങനെ ചക്കൊക്കെ റെഡിയായി, നല്ല അടിപൊളി ചക്ക അതിന് കേട്ടോ. അപ്പം ചക്ക പുഴുങ്ങി അതിന് ചമ്മന്തിയും കൂടെ പൊടിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ബീഫ് കറിയും ചിക്കൻ കറിയും ഒക്കെ മേച്ചാവെങ്കിലും ചമ്മന്തി നല്ല ഇഷ്ടമാണ്. പിന്നെ ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴേക്കിന് കാക്കി എത്തിയിട്ടുണ്ട്. അതിന് തൊട്ട് മുൻപായിട്ട് താത്തയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഡോക്ടറെ കാണിച്ചിട്ട്. പിന്നെ കാക്കക്ക് ഫുഡൊക്കെ വിളമ്പിയ ശേഷം മക്കളും ആ കൂട്ടത്തിൽ അങ്ങ് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറി, നെയ്ച്ചോറും വെറുംചോറും കേബേജ് ഉപ്പേരിയും പപ്പടവും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കൂട്ടത്തിൽ ചക്ക പുഴുങ്ങിയതും ഉണ്ടായിന്. അപ്പോൾ അതെല്ലാം കൂടെ ഫസ്റ്റ് കാക്കയും മക്കളും ഒക്കെ കഴിച്ച് അതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ കഴിച്ചിട്ടുള്ളത്. പിന്നെ ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് അതിന് ശേഷം വൈകുന്നേരം ആയപ്പോൾ മോളിൻ്റെ സ്പെഷ്യൽ പക്കവട ഉണ്ട്, അത് ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ഓളുണ്ടാക്കുന്നത് കാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓളെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചതാണ്. അപ്പോൾ ഓളിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം വീഡിയോ ഷൂട്ട് ചെയ്താണ് കേട്ടോ. പിന്നെ ഫുള്ളാവാൻ നിന്നാൽ സാധനം കാണൂലല്ലോ. പിന്നെ മക്കൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കിനും കാക്ക ഉറങ്ങിപ്പോയേ. അപ്പം പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഫസ്റ്റ് മിച്ചറും പക്കുവടയും കട്ടൻ ചായയൊക്കെ കുടിച്ചു കേട്ടോ. പിന്നെ കാക്ക എണീറ്റ ശേഷമാണ് കാക്ക കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ റെഡി ആവുകയാണ് കേട്ടോ. അപ്പം ഞാൻ വെറുതെ ഒരു ബൈ പറയാൻ പറഞ്ഞപ്പോൾ ബൈ ഒക്കെ പറയുന്നുണ്ട്. ഏതായാലും ഞങ്ങൾ ഇറങ്ങി മഗ്‌രിബ് അയക്കുന്നു. അപ്പോൾ പൊന്നു ഇവിടെ നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ റിച്ചുവിന് മുഖം വാടിക്കുന്നു, താത്ത എന്താ പോകുന്നിടത്തൊക്കെ നിൽക്കുകയാണല്ലോ എന്നും പറഞ്ഞിട്ട്. ഏതായാലും
ഞങ്ങൾ ഓളെ അവിടെ ആക്കിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണേ. ഇപ്പം ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ 2 ടീഷർട്ട് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് നരിക്കുനിയിൽ ഒരു ഷോപ്പിൽ കയറുകയാണ് കേട്ടോ. ഇവിടെ ആദ്യമൊക്കെ നമ്മൾ ഏത് സാധനം എടുത്താലും അതിൻ്റെ പകുതി പ്രൈസിന് സാധനങ്ങൾ കിട്ടും. ഇനിയിപ്പോൾ അങ്ങനത്തെ ഓഫറൊന്നും കണ്ടില്ല. എന്നാലും നല്ല സാധനങ്ങൾ കുറഞ്ഞ പ്രൈസിന് ഉള്ളൊരു ഷോപ്പാണ് കേട്ടോ. അപ്പം 3rd ഫ്ലോറിലാണ് ടീഷർട്ടൊക്കെ ഉള്ളതെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അതാ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോയിട്ടത് കണ്ടോ. അങ്ങനെ മെറ്റീരിയൽ തുണിയൊക്കെ ഇഷ്ടം പോലെ കൊണ്ടുപോയിട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഏത് ടൈപ്പ് ഫ്രോക്കോ ഇനി ചുരിദാറോ എന്തടിക്കണമെങ്കിലും അതിൻ്റെ എല്ലാ ടൈപ്പും കൊണ്ട് വലിയ വില ഒന്നുമില്ലാതെ തന്നെ കേട്ടോ. അപ്പോൾ അതാ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഇതാ തുണികൾ, നമ്മൾ സാരികൾ, അതുകൊണ്ട് കുട്ടികൾക്കുള്ള ഡ്രസ്സുകൾ, അങ്ങനെ എല്ലാം ഉണ്ട്. ഇപ്പോൾ കുറഞ്ഞ പ്രൈസിൽ. ഇതിൻ്റെ മുന്നേ ഞാൻ ഇവിടുന്ന് നൈറ്റി എടുത്തിട്ടുണ്ടായിട്ട് നല്ല ക്ലോത്തിലുള്ള സംഭവങ്ങളൊക്കെ 200-250 രൂപക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിന്. അത് ഒരുപാട് ഈടും കിട്ടിയിട്ടുണ്ട്. നല്ല ഇടാൻ നമുക്കൊരു സുഖമുള്ള ഒരു തുണിയുമാണ് കേട്ടോ. അപ്പം ഈ ചൂടത്ത് നമുക്ക് ഏത് ഡ്രസ്സാണ് കംഫർട്ടബിളായിട്ട് വെച്ചാൽ നമുക്ക് കുഴഞ്ഞ നല്ല കോട്ടൺ സിമ്പിളായിട്ടുള്ളത് വേണമല്ലോ. അപ്പോൾ മക്കൾക്കും ഒക്കെ അങ്ങനത്തെ ഞാൻ ട്രൗസേഴ്സൊക്കെ പോയി വാങ്ങിയതാണ് കേട്ടോ. അവർക്ക് അല്ലാത്തൊരു എലാസ്റ്റിക് ഒന്നും കൂടുതലുള്ള ടൈപ്പൊക്കെ ഇട്ടാൽ ഇറിറ്റേഷൻ ആണല്ലോ. പിന്നെ ഇതാ 2nd ഫ്ലോറിലേക്ക് കയറിയപ്പോൾ അതാണ് കുട്ടികളെ സെക്ഷനാണ് കേട്ടോ. ഫുള്ളായിട്ട് ഒരു ഭാഗത്ത് ബോയ്സിൻ്റെ സെക്ഷൻ ഉണ്ട്, അതുപോലെ അപ്പുറത്തെ ഭാഗത്ത് ഗേൾസിൻ്റെത്. പിന്നെ ഷോളൊക്കെ വരുന്നത് ഏതെടുത്താലും അതിൻ്റെ പകുതി 65, 75, 130 അങ്ങനെ എല്ലാ പ്രൈസിലും ഉള്ളതുണ്ട് കേട്ടോ. പിന്നെ സെറ്റായിട്ട് ട്രൗസറും ടീഷർട്ടും കൂടെ വരുന്നതിന് 199 രൂപ, 200 രൂപ തന്നെ അങ്ങനെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ അധികമായിട്ട് മടക്കി വെച്ചിട്ടില്ല കേട്ടോ. എല്ലാവരും വന്ന് വാരി വലിച്ചിട്ടിക്കുകയാണ്. അത്രയും പ്രൈസ് കുറവുള്ള സംഭവങ്ങളായതുകൊണ്ട് തന്നെയാണ്. പിന്നെ രാത്രിയാണല്ലോ, അപ്പം കാര്യമായിട്ടുള്ള പർച്ചേസിങ് ഒക്കെ എല്ലാവരും കഴിഞ്ഞ് പോയി. ഇനി അവർക്ക് അത് സെറ്റ് ആക്കേണ്ട ഒരു ടൈമാണ്. അപ്പോൾ കൂടുതലൊന്നും എനിക്ക് തോന്നുന്ന പോലെ എടുത്ത് വെക്കുന്നില്ല എന്ന്. കാരണം എന്താ വെച്ചാൽ പിറ്റേന്ന് രാവിലെ ഇങ്ങനെ തന്നെയാണല്ലോ. ഇവിടെ ആകുമ്പം ഇഷ്ടം പോലെ നോക്കാൻ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതാ ഞാനിങ്ങനെ മോനൊക്കെ വെറുതെ ടീഷർട്ടൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ എടുക്കുന്നില്ല ഞാൻ. ഇപ്പോൾ അടുത്തും കൊണ്ട് എടുത്തിട്ടുണ്ടായിനി. പിന്നെ പെരുന്നാൾക്കും പോയപ്പം 3 എണ്ണമൊക്കെ വെച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അനിയൻ വന്നപ്പം കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ആവശ്യമില്ല. പിന്നെ നമുക്ക് കണ്ടാലൊരു പൂതിയാണല്ലോ. പിന്നെ ഈ ഭാഗത്ത് ഉള്ളിലോട്ടായിട്ടാണ് ടീഷർട്ടിൻ്റെ ഒക്കെ സെക്ഷൻ വരുന്നത്. ഷർട്ടുകളും അങ്ങനെ ജെൻസിൻ്റെ എല്ലാ സെക്ഷനും ഉണ്ട് കേട്ടോ അവിടെ. അപ്പം അവിടുന്ന് ടീഷർട്ട് ഇട്ട് നോക്കി. ഏതൊക്കെയോ ടീഷർട്ട് ഒരു 5-6 എണ്ണം എടുത്തിട്ട് ഇതാണോ നല്ലതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഒന്നിനൊന്ന് മെച്ചത്തിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം പിന്നെ ഏതാണെന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ ഒരു 3 എണ്ണം എടുത്തിട്ട് പോന്നിട്ടുണ്ട്. അപ്പോൾ അതാ അജു ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. അജുവിന് പിന്നെ വേഗം ഒരു ക്ഷീണം പിടിക്കും. അപ്പോൾ പിന്നെ ഓനെ ഉറങ്ങിപ്പോയിട്ടുണ്ട് അതിന് വണ്ടിയിൽ നിന്ന്. അപ്പോൾ ഓനെ പിന്നെ എണീപ്പിച്ച് ഇങ്ങോട്ട് ഇരുത്തി. അതൊക്കെ ഷൂട്ട് ചെയ്യുന്നത് റിച്ചു കേട്ടോ. അതാ ഞാനിപ്പോൾ ഈ വോയിസ് കൊടുക്കുമ്പോഴാണ് ഇതൊക്കെ കാണുന്നത് തന്നെ. അപ്പോൾ ഇവരിങ്ങനെയൊക്കെ സംഭവം അജു ഹായ് പറയുന്നൊക്കെ ഉണ്ട്. പിന്നെ കാക്ക അതാ ടീഷർട്ടൊക്കെ ഇങ്ങനെ ഇട്ട് നോക്കിയിട്ട് പറ്റുമോ എന്നൊക്കെ നോക്കിയിട്ട് വരികയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ കാക്കി പോലത്തെ ഒന്നും അല്ലാത്ത 2 കളർ ടീഷർട്ടുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇവിടെ പിന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പം നരിക്കുനി ഷോപ്പിൻ്റെ പേര് ഞാനിത്ര ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് ആരോട് ചോദിച്ചാലും അറിയാൻ പറ്റും. ബ്യൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഷോപ്പൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ കുറച്ച് തൊട്ടിപ്പുറത്തൊക്കെ ആയിട്ടാണ് കേട്ടോ ഈ ഷോപ്പ് വരുന്നത്. കുട്ടികൾക്കുള്ള ഫ്രോക്കൊക്കെ കണ്ടില്ലേ. ഇപ്പോൾ കോട്ടണിലുള്ളതും അല്ലാത്തതും ഒക്കെ ഉണ്ട്. പിന്നെ ചൂടത്ത് ഇങ്ങനത്തതൊന്നും ഇടാൻ കഴിയൂലല്ലേ കുട്ടികൾക്ക്. കുട്ടികളായാലും പോലെ നമ്മൾ വെറുപ്പിക്കുന്ന മാതിരി ആയി പോകുമല്ലോ. അപ്പം അല്ലാതെ സിമ്പിളായിട്ടുള്ള ഫ്രോക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ആർക്കെങ്കിലും വില പാസ്സൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കിക്കോളി കേട്ടോ. ഇഷ്ടമായാലും എടുക്കാമല്ലോ. പിന്നെ ഒരുപാട് നമ്മൾ ക്ലോത്തൊക്കെ വില കുറവിൽ കിട്ടുകയാണെങ്കിൽ അങ്ങനെയൊക്കെ എടുത്തിട്ട് നമുക്ക് ടോപ്പോ എന്തെങ്കിലും അടിക്കണമെങ്കിലൊക്കെ ചെയ്യാമല്ലോ. പിന്നെ ഇതാ ടീഷർട്ടിൻ്റെ സെക്ഷൻ തന്നെയാണ്. ഇപ്പുറത്തെ ഷർട്ട് വാങ്ങാൻ പിന്നെ ഈ സമയത്ത് അതിനെക്കൊണ്ട് ആൾ വളരെ കുറവാണ് കേട്ടോ. 2-3 ആളേ ഉള്ളൂ. ഇനി അതുകൊണ്ട് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും വന്നില്ല. അപ്പം ഞാനും കാക്കയും തന്നെയാണുള്ളത്. അപ്പുറത്തൊരു ഷർട്ട് എടുക്കുന്ന ഒരാളുമാണ് കേട്ടോ ഉള്ളത്. പിന്നെ ആൾക്കാരായാലും എടുത്ത് തരുന്ന ആൾക്കാരായാലും നല്ല ഉൾക്കൊരു മടിയില്ലാതെ എത്ര വേണമെങ്കിലും എടുത്തിട്ട് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് എടുക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുമല്ലോ. ഏതായാലും വേണ്ടില്ല വിചാരിച്ചിട്ട്. അപ്പോൾ കാക്കി പോലത്തെ ഒരു കളർ കണ്ടപ്പോൾ കാക്ക വേഗം അത് എടുത്തതാണ്. അപ്പോൾ വണ്ടിയിലേക്കൊക്കെ ഇടാൻ പറ്റിയ ഒരു കളറായി കിട്ടിയാലെന്ന് വിചാരിച്ചിട്ട്. പിന്നെ വീട്ടിൽ നിന്ന് ഇടുന്ന പാൻറ്റ് അങ്ങനത്തതൊക്കെ ഉണ്ട്. പിന്നെ അല്ലാതെ നല്ല പാൻറ്റുകളും എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി ബില്ല് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ പുറത്ത് നല്ല ചെണ്ടകൊട്ടും ഡാൻസും ഒക്കെ ആണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അത് കണ്ട് കുറേ നേരം അവിടെ നിന്നിട്ടോ. അപ്പോൾ വണ്ടി എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അവിടെ മൊത്തം ബ്ലോക്കാണ്.
അപ്പോൾ നല്ല നല്ല പരിപാടിയാണല്ലോ, നമ്മൾ ഇങ്ങനെ കണ്ടിരിക്കാനൊരു രസമാണല്ലോ. അപ്പോൾ അവിടെ അതാ കൃഷ്ണനും രാധയൊക്കെ വേഷം കെട്ടിയിട്ട് പാട്ടൊക്കെ വെച്ച് നല്ല ഡാൻസാണ്. കണ്ടോ? പിന്നെ ഞാൻ പാട്ട് വെക്കാത്തത് കോപ്പിറൈറ്റ് കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കണ്ടിരിക്കാനൊരു രസമാണല്ലോ. അപ്പം ഞാൻ അവിടുന്ന് ഒരു ചേച്ചിനോട് ചോദിച്ചു, എന്തെങ്കിലും വിഷുവിൻ്റെ എന്തെങ്കിലും നമുക്ക് അറിയില്ലല്ലോ, എന്താണ് ഈ ഒരു ആചാരത്തിനെ പറ്റിയിട്ടൊന്നും നമുക്ക് അത്ര അറിവില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചേച്ചിനോട് ചോദിച്ച് എന്തുകൊണ്ടാണിത് വിഷു കഴിഞ്ഞിട്ട് അങ്ങനെ എന്തോ പരിപാടിയാണോ എന്ന് ചോദിച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞു അവിടെ ഒരു അമ്പലത്തിൽ ഉത്സവമാണ്, അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള എന്തോ പരിപാടികളൊക്കെ ആണെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളൊരു മണിക്കൂറിലധികം പോലെ തന്നെ അതൊക്കെ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ എന്തൊക്കെയോ സംഭവങ്ങളുണ്ടായി. ഇങ്ങനെ ഡാൻസ് മാത്രമല്ല, അങ്ങനെ ഒരു വേഷം കെട്ടിയിട്ട് അങ്ങോട്ട് ഇങ്ങനെ നടക്കുക, അങ്ങനെ എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ടായിന് കേട്ടോ. പിന്നെ നല്ല ചെണ്ടകൊട്ട് ഉണ്ടായിനി. അപ്പോൾ ചെണ്ടകൊട്ടൊക്കെ നമുക്ക് താളം പിടിച്ച് കേട്ടിരിക്കാൻ പറ്റും കേട്ടോ. അപ്പം അടിപൊളിയായിന്. ഇപ്പം കുറേ നേരമൊക്കെ അതൊക്കെ നോക്കി നിന്നിട്ടുണ്ട്. പിന്നെ ബ്ലോക്കൊക്കെ ഒരു വിധം ഒഴിഞ്ഞ് അതിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നിട്ടുള്ളത്. കണ്ടോ, കുറേ ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാവരും ഉണ്ട് കേട്ടോ. പിന്നെ കുട്ടികളും ചെണ്ട കൂട്ടുന്നവർക്കൊക്കെ പ്രത്യേക ഒരു താളം തന്നെയാണ്, ഒരു വൈബാണ്. ഞാൻ ഷോർട്സ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയുമോ നോക്കട്ടെ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ കണ്ടിരിക്കുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് കാക പറഞ്ഞ് ജസ്റ്റ് ഈ ബാക്കിൽ അതാ സൈക്കിളൊക്കെ കാണുന്നുണ്ട്, അതിൻ്റെ ഒക്കെ ഒന്ന് പ്രൈസൊക്കെ ഒന്ന് ചോദിക്കൊന്ന് പോയൊക്കെ എന്താണെന്ന്. പിന്നെ ഇത് കാണാണ്ട് ഞാൻ മെല്ലെ പോയി നോക്കിയാണ് കേട്ടോ. പക്ഷേ അവിടെ എത്തിയപ്പോൾ അതാ അത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ വേഗം വാങ്ങിക്കൊടുത്തു. എത്രയോ ദിവസമായിട്ടോ വാങ്ങിക്കൊടുക്കണം എന്ന് വിചാരിക്കുന്നു. ഓന് വേറൊരു സൈക്കിളാണ് കേട്ടോ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നത്. അത് അത്രത്തോളം ഒരു ക്വാളിറ്റി ഇല്ല. പിന്നെ ഈ ഒരു കടയിൽ ഹോൾസെയിൽ റേറ്റിലാണ് കേട്ടോ സാധനങ്ങൾ കൊടുക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് 2200 രൂപേൻ്റെ സൈക്കിള് പിന്നെ 1950 250 രൂപ കുറച്ചിട്ടാണ് തന്നിട്ടുള്ളത്. പിന്നെ ഷോപ്പിൻ്റെ നെയിമാണ് കേട്ടോ. ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് ബാക്ക് അടിച്ചിട്ട് പൗസ് അടിച്ച് നോക്കിക്കോളൂ. ഇതൊന്നും അരിക്കുനി തന്നെയാണ്. ഞാൻ നേരത്തെ ഡ്രസ്സ് എടുത്ത് ആ ഷോപ്പിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് കേട്ടോ. പിന്നെ ആ സൈക്കിളൊക്കെ എടുത്ത് വന്ന് ഇതാ വീട്ടിലെത്തിയതിന് ശേഷം ചപ്പാത്തിയും നല്ല ചെമ്മീൻ കറിയും ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.